ഞാൻ അംഗീകരിക്കില്ല എന്നൊരാൾ തീരുമാനിച്ചോ മുശ്രിക്കായി. ഞാൻ ചോദിക്കുന്ന ഈ വിഷയത്തിൽ ഷെയ്ഖ് സാഹിബായിട്ടൊരു തുറന്ന സംവാദം ഈ സ്റ്റേജിൽ വെച്ച് നടത്താൻ ഞങ്ങൾ കേരള നദുവത്തുൽ മുജാഹിദിന്റെ യുവജന പ്രസ്ഥാനം റെഡിയാണ്. ഷെയ്ഖ് സാഹിബ് ഈ പറയുന്ന ശിർക്ക് അങ്ങനെ ഒരു വിഷയം ഞാൻ വളരെ ഗൗരവമായി പറയുന്നു. അള്ളാഹുവിന്റെ അധികാരത്തിൽ ഷെയ്ഖ് സാഹിബ് കൈകടത്തിയിട്ടുണ്ട്. കേരളത്തിലുടനീളം പടച്ച തമ്പുരാൻ ഒരു കാര്യം ശിർക്കാണെന്ന് പഠിപ്പിക്കാൻ അവകാശം ആർക്കാ? ഒരു കാര്യം തൗഹീദാണോ ഒരു കാര്യം ശിർക്കാണോ എന്ന് പഠിപ്പിക്കാനുള്ള അവകാശം പടച്ച തമ്പുരാനാണ്. ആ അവകാശത്തിൽ കൈകടത്തി നിരന്തരമായി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അദ്ദേഹം ശിർക്കാക്കാത്ത ഒരു കാര്യം ആകാശത്തിന്റെ ചുവട്ടിലില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല എന്നൊരാൾ പറഞ്ഞ ഓൻ കാഫറ. ഇനി അള്ളാഹുവിന്റെ ഒരു നിയമം, ആ നിയമം എനിക്ക് ബാധകമല്ല, ഞാൻ പാലിക്കൂല എന്നൊരാൾ പറഞ്ഞാൽ ഓൻ കാഫറാണ്, നിഷേധിയാണ്, ഓൻ ചെയ്യുന്ന തെറ്റാണ്. ശിർക്കാവൂല. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ പങ്കുചേർക്കല. അള്ളാഹുൽ പങ്കുചേർക്കല. ഈ ഭൂമി അള്ളാഹുവിന്റെതാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്ത സറാ. ഈ ആയത്തിന്റെ അടിസ്ഥാനം എന്താ? ആകാശഭൂമികളിലുള്ളതൊക്കെ പടച്ചോന്റാണ്, അതുപോലെ മണ്ണിനടിയിലുള്ളതൊക്കെ പടച്ചോന്റാണ്. ഒരാൾ പറയുമ്പോ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന് ഭൂമി ഉണ്ടാവില്ലേ? 10 സെന്റെങ്കിൽ 10 സെന്റ്. അപ്പൊ അദ്ദേഹം പറയും ഇതെന്റെ സ്ഥലമാണ്, എന്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ ഭൂമിയെ എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ശിർക്ക് വരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശിർക്ക് വരുമോ? നേരെ മറിച്ച് എന്താണ്? അള്ളാഹു ഈ ഭൂമി സൃഷ്ടിച്ചപ്പോൾ അതിൽ പങ്കാളി ഞാനുമാണെന്ന് ഒരാൾ പറഞ്ഞാലോ, ഞാനും അള്ളയും കൂടിയാണ് ഈ ഭൂമി സൃഷ്ടിച്ചതെന്ന് ഒരാൾ പറഞ്ഞാലോ, ആ അള്ളാഹു സൃഷ്ടിച്ചതിൽ എനിക്കും പങ്കുണ്ടെന്ന് ഒരാൾ പറഞ്ഞാലോ, അവിടെ ശിർക്ക് വന്നു. പടച്ച തമ്പുരാൻ കേൾക്കുന്ന പോലെ കേൾക്കും, കാണുന്ന പോലെ കാണും, അള്ളാഹുവിന്റെ കഴിവ് പോലെ കഴിവുള്ള ഒരാളുണ്ട് എന്ന് വിശ്വസിച്ച ശിർക്കായി. നേരെ മറിച്ച് പടച്ച തമ്പുരാൻ മദ്യം ഹറാമാക്കി. ഒരാൾ പറയാം ഞാൻ മദ്യം കുടിക്കും, അത് മത ഇടപെടേണ്ടയില്ല എന്നൊരാൾ പറഞ്ഞാൽ അത് ശിർക്കാവൂല. അത് ശിർക്കാവൂല. അയാളെ സംബന്ധിച്ച് കാഫിർ എന്ന് പറയാം, വസ്തുതയെ നിഷേധിച്ചവൻ എന്ന് പറയാം, എനിക്ക് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ പോലെ ആകരിച്ചവൻ എന്ന് പറയാം. അല്ലാതെ അവനെ മുശ്രിക്ക് എന്ന് പറയാൻ പറ്റില്ല. വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത എല്ലാ വിഷയത്തിലും സൂറത്ത് അഹ്കാഫിൽ 46-ാം അധ്യായത്തിൽ പറഞ്ഞ 5-6 ആയത്തുകൾ, ആ ആയത്തിൽ പറയുന്നത് ലോക ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ അധപ്പതിച്ചവൻ ആരുണ്ട് എന്നാണ്, വഴിവിയച്ചവൻ ആരുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് തൊട്ട് താഴെ പറയുന്നതോ ആ ഇബാദത്തിനെ കുറിച്ച് അവർ ആരാധിച്ചിരുന്നവർ നിഷേധിക്കുന്നതാണ്. അവർ കാഫിറുകളിൽപ്പെട്ട ആ ആളുകൾ അതിനെ നിഷേധിക്കും. അവർ ഇബാദത്ത് ചെയ്യപ്പെട്ടത് അഥവാ അവരോട് പ്രാർത്ഥിച്ചതിനെ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കും. അപ്പൊ ഇബാദത്ത് പ്രാർത്ഥന ആണ് ഇബാദത്ത്. ഇനി നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി ഇബാദത്ത് സമഗ്ര പഠനം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി KC അബ്ദുള്ള മൗലവി. ഇതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നതെന്തറിയോ? ഇബാദത്ത് സമഗ്ര പഠനമായ ഇതിന്റെ പേര്. എന്നിട്ട് അദ്ദേഹം ഇതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇബാദത്ത് സാക്ഷാൽ വിവക്ഷ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ 5-ാമത്തെ പേജ്, 5-ാമത്തെ അധ്യായം 249-ാമത്തെ പേജ്. ഇബാദത്തിന് ഖണ്ഡിതമായ ഒരു നിർവചനവും ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല കേട്ടോ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹു പടച്ചത് എന്തിനു വേണ്ടിയാണ്? പടച്ച തമ്പുരാൻ പടച്ചത് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഇബാദത്തിനെ കുറിച്ച് ഖുർആനിൽ ഖണ്ഡിതമായി ഒന്നും പറഞ്ഞിട്ടില്ല, നിർവചനമായി ഖണ്ഡിതമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഖുർആനിലും ഹദീസിലും. ഞാൻ പറയുന്നു ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്, ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. ഒരു നിർവചനം അന്വേഷിച്ച് ചെല്ലുന്നവർക്ക് ഖുർആനിൽ നിർവചനമുണ്ട്, ഹദീസിലും നിർവചനമുണ്ട് എന്നതാണ് സത്യം. കാരണം എന്താ? വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന, പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് സുമ്മ ഖറഅ വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും എന്ന ആയത്ത് റസൂലുള്ളാഹി ഓതി. എന്നെ ഇബാദത്ത് ചെയ്യാതെ ഗർവ് ധരിച്ചു തിരിഞ്ഞു കളയുന്നവർന്ന നിങ്ങളുടെ നാഥൻ പറയുന്നു, നിങ്ങൾ നാഥനോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. എന്നിട്ട് പറയുന്നത് എന്നെ ഇബാദത്ത് ചെയ്യാതെ എന്നാ. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി ആദ്യം ഹദീസ് പറഞ്ഞത്. എന്ത്? അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അല്ലെ? നമുക്കറിയാം ആ നിലക്കാണ് ഇസ്ലാം അതിനെ കണ്ടിട്ടുള്ളത്. പ്രാർത്ഥനയില്ലാത്തതൊന്നും ഇബാദത്താവൂല. ഒരാള് 5000 രൂപ ദാനം ചെയ്യുന്നു,
അത് പടച്ചവന്റെ വജു ഉദ്ദേശിച്ച് അള്ളാഹു പഠിപ്പിച്ച മാർഗത്തിലാകണം. അങ്ങനെ ഒരു നിയ്യത്തും പ്രാർത്ഥനയും അതിൽ അന്തർലീനമാകുമ്പോഴാണ് ആ ഒരു കർമ്മം ഇബാദത്തായി ചേരുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ഇനി വിശുദ്ധ ഖുർആനിലുടനീളം നിങ്ങൾ പരിശോധിച്ചോ, ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് നമ്മുടെ അഭിപ്രായ ഭിന്നതയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഹാക്കിമ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഭരണാധികാരിയില്ല എന്ന അടിസ്ഥാനത്തിൽ അല്ലാഹു അല്ലാതെ വിധികർത്താവില്ല. ഇവിടെ 2-3 ആയത്തുകൾ ഉദ്ധരിക്കപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പടച്ചതമ്പുരാൻ വിധികർത്താവാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നബിയും വിധികർത്താവാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധികർത്താവാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നബി വിധികർത്താവാണെന്ന് ഖുർആൻ പറയുന്നു. അല്ലേ, ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖലൈത വയുസല്ലിമൂ തസ്ലീമാ. ഫലാ വറബ്ബിക്, അല്ലാഹുവാണ് സത്യം, നബിയെ വിധികർത്താവാക്കാത്തവൻ മുഅ്മിനാവൂലാന്ന. ജമാഅത്തെ ഇസ്ലാം ഒരു വിധികർത്താവ് അല്ലാഹു മാത്രം, വേറൊരാൾക്ക് അവകാശമല്ല. അവിടെ ഖുർആൻ പറയുന്നത് നബിയെ വിധികർത്താവായി സ്വീകരിക്കാത്ത മുഅ്മിനാവൂലാന്നാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിക്കുക? അപ്പൊ അല്ലാഹു വിധി നടത്തുന്ന ഒരു മേഖലയുണ്ട്, അതല്ലാതെ മനുഷ്യർക്ക് വിധി പുറപ്പെടുവിക്കാൻ പറ്റിയൊരു മേഖലയുണ്ട്. അത് വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. വഅംറുഹും ശൂറാ ബൈനഹും, അവർക്കിടയിലുള്ള കാര്യങ്ങൾ അവർ കൂടിയാലോചിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ദീനിന്റെ കാര്യം കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടതാണോ? ആണോ? ഒരു കാര്യം ഹലാലാണോ, ഒരു കാര്യം ഹറാമാണോ, ഒരു കാര്യം സുന്നത്താണോ, ഒരു കാര്യം ബിദ്അത്താണോ എന്ന് കൂടിയാലോചിക്കാൻ നമുക്ക് വകുപ്പുണ്ടോ? പിന്നെ എന്താ ഖുർആൻ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ 42-ാം അധ്യായം സൂറത്ത് ശൂറയിൽ 38-ാമത്തെ ആയത്തിൽ ആ പറഞ്ഞ കാര്യം എന്താ? വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങൾ അവർക്കിടയിൽ അവർ കൂടിയാലോചിക്കട്ടെ. ആ ഏതാ കാര്യോ? ദീനിന്റെ കാര്യം സുബൈ 2 റക്അത്തോ 4 റക്അത്തോ ഒന്നും കൂടി തീരുമാനിക്കാൻ നേതാക്കന്മാർ ഒരുമിച്ച് കൂടേണ്ടതുണ്ടോ? ദീനിൽ വന്ന ഒരു വിധി അത് മാറ്റി തീർത്താൻ നമുക്ക് അവകാശമുണ്ടോ? ഒരു കാര്യത്തിൽ പ്രവാചകൻ പറഞ്ഞൊരു വിധി അത് മാറ്റാൻ നമുക്ക് അവകാശമുണ്ടോ? പിന്നെ എന്താണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർ പാരായണം ചെയ്യുന്ന ഈ ഖുർആനിൽ അവർക്കിടയിലുള്ള കാര്യങ്ങൾ ഒരു കൂടിയാലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് കൂടിയാലോചിച്ച് തീരുമാനം എടുക്കാൻ പറ്റിയൊരു മേഖല അല്ലാഹു നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. വശാവിറുഹും ഫിൽ അംർ, ഖുർആനിലെ 3-ാം അധ്യായം 159-ാമത്തെ ആയത്ത്, നീ അവരുമായി കൂടിയാലോചിക്കണം. അതേതാ കാര്യം? ബദറിന്റെ ഉഹദിന്റെ പശ്ചാത്തലം, ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം, അതിനുണ്ടായ ചിത്താനുഭവങ്ങൾ, അതിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ ഈ കാര്യം വിശദീകരിക്കുന്നത്. ഇത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുക. അവരുമായി കൂടിയാലോചിക്കണം. ദീനിന്റെ കാര്യം കൂടിയാലോചിക്കുമ്പോൾ നമ്മൾ എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെ നോമ്പ് വെക്കേണ്ടത്, കൂടിയാലോചന അല്ല കൂട്ടരെ. ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു പ്രശ്നത്തിൽ അന്യോന്യം കൂടിയാലോചിക്കുന്ന വിഷയമാണ് പറഞ്ഞു. അപ്പൊ അത്തരമൊരു വിഷയം ഇവിടെയുണ്ട്. ആ വിഷയത്തിൽ സത്യത്തിൽ അള്ളാഹു നമുക്ക് തന്ന അനുവാദമാണ്. നേരെ മറിച്ച് ഇവിടെ ഏതെങ്കിലും ഒരു സംഘടന, ജമാഅത്തെ ഇസ്ലാമി തുറന്ന് സമ്മതിച്ചാണത്, അവരിപ്പോൾ അംഗീകരിക്കുന്നില്ല എങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം